സ്പിരിറ്റ് ഓഫ് കേരള യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഈ സമരത്തെ കുറിച്ച് പ്രത്യേകിച്ച് ഒരു വിശദീകരണമൊന്നും തരേണ്ട കാര്യമില്ല. ഒരു 300 ദിവസത്തോടടുക്കുന്ന സമരമാണ്. ആ സമരത്തിന്റെ ആവശ്യകത ഇല്ലെങ്കിൽ എന്താണ് അതിന്റെ ഈ പ്രദേശത്തെ ഈ അടിപ്പാത ഇല്ലായ്മയിലൂടെ എത്രത്തോളം ബാധിക്കുന്നു എന്നൊക്കെ നമ്മൾ പല ഘട്ടങ്ങളിലായി പറഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ ഇന്നലെ നമ്മളിപ്പോ ഇരിക്കുന്ന സമരഭടന്മാരിൽ പലരും ഉറങ്ങിയിട്ടില്ല. ആ 9:30 മണിക്ക് നമുക്കൊരു കോള് വരുന്നു. അതിനുശേഷം ഇന്ന് 7 മണിക്ക് അടുത്ത നമ്മുടെ സഹയാത്രികർ വന്നതിന് ശേഷം മാത്രമാണ് നമ്മൾ പ്രാഥമിക ആവശ്യങ്ങൾക്ക് പോലും വീട്ടിലേക്ക് പോകുന്നത്. അത്ര കണ്ട് ഉറക്കമൊഴിച്ച് കണ്ണിൽ എണ്ണയൊഴിച്ച് നോക്കിയിരിക്കുകയാണ് ഈ പ്രദേശത്ത് ഒരു വേലി കെട്ടി അടയ്ക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകാതിരിക്കാൻ. അപ്പൊ ഇതിപ്പോ രാജാവ് കാലു പിടിക്കുന്നില്ല. ഇപ്പൊ ജനങ്ങളാണ് രാജാവെന്നാണ് ജനാധിപത്യത്തിൽ പറയുന്നത്. ഇപ്പൊ രാജാവ് കാലു പിടിക്കുക. രാജാവ് എങ്ങോട്ട് പോകണമെന്നറിയാൻ മേലാതെ വഴിമുട്ടുന്നൊരവസ്ഥയാണ്. അപ്പൊ അത് മാറ്റിത്തരാൻ വേണ്ടിയിട്ട് അടിയന്തരമായി രാഷ്ട്രീയ നേതൃത്വങ്ങൾ ഇടപെട്ടിട്ടുണ്ട്. അപ്പൊ അതിന്റെ ചില കാലതാമസങ്ങളും മറ്റുമൊക്കെ ചില സാങ്കേതികമായ ചില പേപ്പറുകളൊക്കെ നീങ്ങേണ്ട കാലതാമസം സമരസമിതിക്ക് ബോധ്യമുണ്ട്, നമുക്ക് പ്രവർത്തകർക്കും ബോധ്യമുണ്ട്. അതിന്റെ അപ്പുറത്തേക്ക് ഈ കമ്പനിയുടെ കരാറുകാർ കാണിക്കുന്ന തിടുക്കമാണ് ഇപ്പൊ ഈ അടിയന്തരമായി നമ്മളെ ബുദ്ധിമുട്ടിലാക്കുന്ന കാര്യങ്ങൾ. അപ്പൊ അതൊക്കെ വളരെ വേഗം പരിഹരിച്ച് കിട്ടുന്ന തരത്തിലേക്ക് ഒരു സാവകാശം നമുക്ക് ഈ വർക്ക് തുടങ്ങുന്നതിലേക്ക് കാണിക്കണമെന്ന് കൂടെ നമ്മൾ ഇപ്പൊ അവരെ അറിയിക്കുന്നുണ്ട്. അപ്പൊ അതാണ് അടിപ്പാത എന്നുള്ളൊരു കാര്യം നേടിയെടുക്കാതെ യാതൊരു കാരണവശാലും ഈ പ്രദേശത്ത് ജനങ്ങൾ മാറുകയില്ല. അത് ഈ ഇത്രയും ദൈർഘ്യം നീണ്ടു നിൽക്കുന്ന ഒരു സമരത്തിലൂടെ അധികാരികൾക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളതാണ്. നമ്മൾ ഇത് യാതൊരുവിധ രാഷ്ട്രീയ മുഖങ്ങളോടുകൂടിയല്ല, എല്ലാവരുടെയും രാഷ്ട്രീയം അവരവരുടെ കയ്യിൽ ഇരുത്തി അതാത് രാഷ്ട്രീയമായിട്ട് നീങ്ങുമ്പോഴും ഈ ആവശ്യത്തിന്റെ അടിയന്തരമായ കാരണങ്ങൾ അതെന്താണെന്ന് തിരിച്ചറിഞ്ഞ് എത്രയും വേഗം സാധിച്ചു തരിക, അല്ലാതെ മറ്റൊരു മാർഗമില്ലാതെ ഞങ്ങൾ ഇവിടുന്ന് മാറുകയില്ല. അതാണ് എന്റെ സത്യാവസ്ഥ. കരൂർ പായൽക്കുളങ്ങര അടിപ്പാത സമരവുമായി ബന്ധപ്പെട്ട് ഇന്നത്തേക്ക് 289 ദിവസം പിന്നിടുകയാണ്. ഈ കാലയളവിൽ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് പോകാത്ത ഒരു സ്ഥലങ്ങളുമില്ല. എല്ലാ അധികാരികളെയും എല്ലാ വിവിധ രാഷ്ട്രീയ പാർട്ടിക്കാരെയും നേതാക്കന്മാരുടെ അടുത്ത് പോയി നമ്മൾ ഇതിന്റെ ആവശ്യങ്ങൾ അറിയിച്ചിട്ടുമുണ്ട്, അപേക്ഷകൾ വെച്ചിട്ടുമുണ്ട്. കലക്ട്രേറ്റിലും പലതവണ പോയി. പക്ഷെ ഇതുവരെ നമുക്ക് അതിനൊരു പരിഹാരം ഉണ്ടായില്ല. ഇത് 1-2 വ്യക്തികളുടെ ഒരു കാര്യമല്ല, ഒരു 3-4 വാർഡ് അടങ്ങുന്ന പ്രദേശത്തുള്ള ജനങ്ങളുടെ ആവശ്യം. അതിലുപരി പുറത്തുനിന്ന് വന്ന ആളുകൾക്കും ഇത് ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ് ഞങ്ങളിവിടെ പറഞ്ഞിട്ടുള്ളത്, ആവശ്യപ്പെടുന്നത്. ഇത് ന്യായമായ അവകാശമാണ് എന്ന് അധികാരികൾക്കെല്ലാം വ്യക്തതയുണ്ട്. എന്നിട്ടും എന്തുകൊണ്ടാണ് ഈ ഒരു ആവശ്യം നിങ്ങൾ നിറവേറ്റി തരാത്തത് എന്നാണ് ഞങ്ങളുടെ ചോദ്യം. എന്തായാലും ഞങ്ങളൊന്ന് പറഞ്ഞോട്ടെ, ഇത് ഞങ്ങൾ നേടിയെടുത്തിട്ടേ ഞങ്ങൾ പുറന്നോട്ട് പോവുകയുള്ളൂ. അതേപോലെ തന്നെയാണ് ഇവിടെ അമ്മമാരുൾപ്പെടെ തലമുറയ്ക്ക് വേണ്ടി അവർക്കറിയാം ഇനി അധികം എല്ലാവർക്കും അതിന്റേതായ കാര്യങ്ങളുണ്ട്. എന്നിട്ടും ഈ അമ്മമാര് ഈ തലമുറയ്ക്ക് വേണ്ടി ഇത്രയും ശക്തമായി തന്നെ ഈ സമരം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടുവരുന്ന സമരമാണ് ഇവിടെ നടക്കുന്നത്. ഇത് നിസ്സാരമല്ല. ഇതിന് ജീവൻ വരെ കൊടുക്കാനും ഇവിടെ എല്ലാവരും തയ്യാറായിട്ടാണ് ഇരിക്കുന്നത്. ഇത് കൊണ്ടേ ഞങ്ങൾ മുന്നോട്ട് പോകത്തുള്ളൂ. അത് അധികാരികൾ മനസ്സിലാക്കുക. ഞങ്ങൾ 300 ദിവസങ്ങളായി ഇരുന്നിട്ട് ഞങ്ങൾക്കൊരു വഴിപ്പാത കേന്ദ്ര ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരുടെ മക്കളെ എങ്കിലും ഓർത്ത് ഞങ്ങൾക്ക് ഒരു വഴിപ്പാത ഞങ്ങൾക്ക് തന്നിരിക്കണം. ഞങ്ങളെങ്ങോട്ട് പോകാന് പ്രായം ചെന്ന ഞങ്ങളെ 3 ദിവസം കൊണ്ട് ഞങ്ങൾ ഇരിക്കുക. ഞങ്ങൾക്ക് കിഴക്കോട്ടും പടിഞ്ഞാട്ടും ഒരു ആശുപത്രി തന്നെ, ഒരു റേഷൻ കടയിലോ ഒരു പഞ്ചായത്തിലോ എങ്ങും ഞങ്ങൾക്ക് പോകാനുള്ള വഴികളില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് ദയവ് ചെയ്ത് നിങ്ങളുടെ മക്കളെയൊക്കെ ഓർത്ത്, ഉദ്യോഗസ്ഥന്മാരുടെ മക്കളെ ഓർത്തും ഞങ്ങൾ താണുവീട് പറയുകയാണ്. ഞങ്ങൾക്കൊരു വഴിപ്പാത ഞങ്ങൾക്ക് നൽകിയിടും. ഞങ്ങൾക്ക് അതാണ്. ഞങ്ങൾ ഉറക്കളച്ചും പകലും രാത്രിയിലും ഒക്കെ ഞങ്ങൾ ഇവിടെ ഇരിക്കുക. ഞങ്ങൾക്കൊരു വഴിപ്പാതയ്ക്ക് വേണ്ടിയാണ് ഞങ്ങൾ ഇരിക്കുന്നത്. അല്ല, ഞങ്ങൾ വേറെ ഒന്നിനുമല്ല. ഞങ്ങളൊന്നും 3 സെന്റ് 5 സെന്റിനും ഒന്നിനുമല്ല ഞങ്ങൾ ഇരിക്കുന്നത്. ഞങ്ങൾക്ക് തന്നെ വർത്താനം തന്നെ പറയാൻ വയ്യാത്തത് ഞങ്ങൾ പ്രായം ചെന്നവരിരിക്കുന്നത്. ദയവ് ചെയ്ത് നിങ്ങൾ ഞങ്ങൾക്ക് വഴിപ്പാത തന്നേ പറ്റൂ. ഞങ്ങൾക്കൊരു വഴിപ്പാത തരണം.